എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിനെ ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയെല്ലാം സൂക്ഷിക്കണമേ കർത്താവേ. ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യമെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും കൂടെയിരുന്ന് സഹായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തോത്രം ചെയ്യുക. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ഹല്ലേലൂയ ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ടത് നിശ്ചയമാണ്. എല്ലാ കണ്ണുനീരും തുടയ്ക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. ഓരോ മക്കളുടെയും ആവശ്യമറിഞ്ഞ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ജോലി ചെയ്യുന്ന മക്കളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണം. സമാധാനത്തോടെ, സന്തോഷത്തോടെ, കൃപയോടെ ആയിരിക്കാൻ ഇടയാക്കണം. ശത്രുവാരെയും കാണല്ലേ, ദുഷ്ടപിശാചാരെയും തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. സൗഖ്യത്തോടെ, സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. നല്ല ജയം നൽകി മാനിക്കണം. എൻ്റെ കർത്താവരെ സഹായിക്കണം. പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നല്ല ജയമൊരുക്കി മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവ് മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, OITയും IELTSും പഠിക്കുന്നവർ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഹല്ലേലൂയ ജർമ്മനൊക്കെ പഠിക്കുന്ന മക്കൾ, കർത്താവേ വിദേശത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞവർ, മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അങ്ങനെ ഹല്ലേലൂയ കർത്താവേ, എല്ലാ മക്കളെയും സ്വർഗം മാനിക്കണം, മാനിക്കണം, മാനിക്കണം. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന ഉപജനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ, ഹൃദയം ഭാരപ്പെടുവാൻ അനുവദിക്കല്ലേ. സ്വർഗം കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം ഏൽപ്പിച്ചു തരുന്ന കർത്താവ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്കതുണ ഒരുക്കി അവരെ മാനിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചോണേ കർത്താവേ. ആസിപ്പൊന്നുകാരൻ ചാർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഓരോ മക്കളുടെയും വാഹനത്തിൽ കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ. ഓമേൻ കർത്താവേ. വലിയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. ഒരു ഭാരമോ പ്രയാസം ഉണ്ടാകാൻ അനുവദിക്കല്ലേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ. എല്ലാ ഉപജനമാർഗത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആർക്കും ഹല്ലേലൂയ ഒന്നിനും കുറവുകൂടാതെ സ്വർഗം കരുതിക്കൊള്ളണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ, ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ ആരെയും അനുവദിക്കല്ലേ കർത്താവേ. ആമേൻ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, ഭവനമില്ലാത്ത മക്കളുണ്ട്, കടഭാരത്തിന് നടുവിൽ കഴിയുന്നവരുണ്ട്, ഭവനം പണിയുന്ന മക്കളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ.
ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വർഗം ഓരോ മക്കളെയും കരുതിക്കൊള്ളണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്കത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. സ്വർഗത്തിലെ കലവറ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കട്ടെ. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലും കഴിയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഓപ്പറേഷന് വിധേയപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ, സൗഖ്യത്തോടെ ഭവനത്തിലെത്താൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. എൻ്റെ കർത്താവ് സഹായിച്ച് സൗഖ്യപ്പെടുത്തിക്കാട്ട് കർത്താവെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ആമേ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ എൻ്റെ കർത്താവേ, നീ അവിടുന്ന് സഹായിക്കണേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം പുകച്ചിലാൽ, ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നവർ, അലർജിയുടെ രോഗത്താൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ആമേൻ കർത്താവ്, ഉദരത്തിൽ മുഴയുള്ള ജീവിതങ്ങൾ, ഫിക്സ് രോഗം വരുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. കൈകാലുക്ക് ചലനമില്ലാത്തവർ, നടുവിൻ്റെ വേദനയാൽ, മുട്ടിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, നാഥാ, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ, അങ്ങ് തൊട്ടാൽ മതി സൗഖ്യമുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് വിടുതലുണ്ട് കർത്താവേ. ഭാരപ്പെടുന്ന, വേദനിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിവും കരുണയും കാണിക്കുന്ന ഞങ്ങളുടെ കർത്താവ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വരുന്ന ഒരു മക്കളെ ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അതിവേഗം പായുന്ന വചനമായി ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരോട് മനസ്സലിയുമാറാകണം. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. എൻ്റെ കർത്താവ് സർവ്വത്തിന് മതിയായവനാകിയാൽ സ്തോത്രം. അപ്പോൾ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ എല്ലാ വിഷയപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് സമാധാനത്തോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. എല്ലാ ദൈവനാമത്തെപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളെയും ഒന്നുകൂടി ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ച് സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം നടത്തിക്കാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.